വൈദികാരിക്ക് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യസുകാർക്ക് എഴുതിയ ലേഖനം ആമുഖം. എഫെസോസിന് ഏകദേശം 200 കിലോമീറ്റർ തെക്ക്, ഇന്നത്തെ തുർക്കിയിലെ ഡെൻസിലി പട്ടണത്തിന് 16 കിലോമീറ്ററോളം കിഴക്കായിരുന്നു കൊളോസോസ്. പൗലോസിന് സഹപ്രവർത്തകനായിരുന്ന എപ്പഫ്രാസ് ആയിരിക്കണം അവിടുത്തെ സഭ സ്ഥാപിച്ചത്. ആ സഭയ്ക്കുണ്ടായ വളർച്ചയിൽ പൗലോസ് സംതൃപ്തനായിരുന്നെങ്കിലും താമസം വിന അവിടെ പ്രചരിക്കാനിടയായ ചില അബദ്ധ സിദ്ധാന്തങ്ങൾ വിശ്വാസികളെ വഴിതെറ്റിച്ചേക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ദൈവത്തിനും പ്രപഞ്ചത്തിനും ഇടയ്ക്ക് മധ്യവർത്തികളായി പരിഗണിക്കപ്പെടുന്ന ചില ശക്തികൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിലും സൃഷ്ടികർമ്മത്തിലും പങ്കുചേരുന്നവയാണ്. ഭൂമിയുടെ ചില ഭാഗങ്ങളെയും മനുഷ്യരുടെ ഭാവിയെ തന്നെയും നിയന്ത്രിക്കാൻ കഴിവുറ്റവയുമാണ് എന്നൊക്കെയായിരുന്നു ഈ സിദ്ധാന്തങ്ങൾ. സ്വാഭാവികമായും ഇവയുടെ പേരുകൾ, പ്രവർത്തന രീതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കൽ ഇവയെ പ്രസാദിപ്പിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ആദ്യപടിയായി ചിലരെങ്കിലും കരുതി. കൂടാതെ കൊളോസോസിൽ തന്നെയുണ്ടായിരുന്ന യഹൂദ ക്രിസ്ത്യാനികൾ ചില പ്രത്യേക ദിവസങ്ങളും ഋതുക്കളും ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഊന്നിപ്പറയുവാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ ആരാലും വഴിതെറ്റിക്കപ്പെടാതെ യേശുക്രിസ്തു വഴി ലഭിച്ച സ്വാതന്ത്ര്യത്തെ പൊള്ളയായ ലൗകിക തത്വചിന്തകളുടെ പേരിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവാണ് എല്ലാറ്റിൻ്റെയും കർത്താവ് എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആഹ്വാനമാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ നൽകുന്നത്. ബന്ധനകാലത്താണ് താൻ ഈ ലേഖനവും എഴുതുന്നതെന്ന് പൗലോസ് പറയുന്നു. അതിനാൽ AD 58-നും 60-നും ഇടയ്ക്ക് റോമായിൽ വച്ചായിരിക്കണം ഇതും രചിക്കപ്പെട്ടത്.